ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീരവയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവചനമായി വീണ്ടും നിൽക്കുവാൻ കർത്താവ് ബലപ്പെടുത്തിയതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ തന്നെ അതിൻ്റെ 4ാമത്തെ വീഡിയോയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് ആ വിഷയത്തിൻ്റെ പൂർത്തീകരണമാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആ നിലയ്ക്ക് നമ്മെ നടത്തട്ടെ. ഈ വീഡിയോകളെല്ലാം ദൈവജനത്തിന് പ്രയോജനമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. കാര്യങ്ങൾ നമ്മൾ സവിസ്തരമായി ചിന്തിച്ചല്ലോ. എന്തുകൊണ്ടാണ്, എന്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ നിർദ്ദേശം ദൈവം തരുന്നതെന്ന് നാം ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ദൈവത്തിൻ്റെ മനസ്സിലിവിന് പാത്രമായവരോടാണ് ദൈവം ഇത് അരുളി ചെയ്യുന്നത്. മനസ്സിലിവിന് പാത്രമായ ഞാൻ ചെയ്യേണ്ടതെന്താ? 1, ജീവബലിയായി സമർപ്പിക്കുക. 2, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകുന്നത് എന്താണെന്ന് ലോകം എന്താണെന്നും അതിന് അനുരൂപനാകുന്നത് എന്താണെന്നും നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകുന്നതും 8 കാര്യങ്ങളുടെ ഈ വെളിച്ചത്തിൽ നാം ചിന്തിച്ചു. എന്തുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, അതെന്താണ് എന്നും നാം ചിന്തിച്ചു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് നാം ചിന്തിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ മാത്രമേ ദൈവഹിതം തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പുതുക്കപ്പെട്ട മനസ്സിൽ മാത്രമേ, മറുരൂപമായ മനസ്സിന് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാൻ കഴിയുള്ളൂ. ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞില്ലെങ്കിലോ, നാം വിശ്വാസി എന്ന് പറയുന്നെങ്കിലും പലപ്പോൾ നാം ഇരുട്ടിൽ തപ്പുന്നവരായിരിക്കും. അപ്പോൾ ദൈവേഷം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ കഴിയുള്ളൂ. നടക്കരുതാത്ത വഴിയുണ്ട്, നടക്കേണ്ട വഴിയുണ്ട്, നടക്കുന്ന വഴിയുണ്ട്. നടക്കരുതാത്ത വഴിയുണ്ട്, നടക്കുന്ന വഴിയുണ്ട്, നടക്കേണ്ട വഴിയുണ്ട്. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അതിനെ വിട്ടുമാറുകയില്ലെന്ന് സദൃശവാക്യത്തിൽ ഉണ്ട്. മാത്രമല്ല, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് സംഘടനകൾ പറയുന്നു. അപ്പോൾ അത് നടക്കേണ്ടതെങ്ങനെ, എങ്ങോട്ട് നടക്കണം, എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ പുതുക്കപ്പെട്ട മനസ്സ് വേണം. പഴകി തുരുമ്പിച്ച ഇരുമനസ്സുള്ള മനം തഴമ്പിച്ച വ്യക്തിക്ക് ദൈവഹിതം തിരിച്ചറിയാൻ സാധ്യമല്ല. മാത്രമല്ല, ഈ ലോകത്തോട് അനുഭവപ്പെട്ടവന് ദൈവഹിതം തിരിച്ചറിയാൻ സാധ്യമല്ല. മറ്റാർക്കും ദൈവത്തിന് ഹിതം പറഞ്ഞു തരാനും സാധ്യമല്ല. പൊതുവായിട്ടത് പറയാം, വ്യക്തികളെക്കുറിച്ചുള്ള വ്യക്തമായ ദൈവോദ്ദേശം അറിയണമെങ്കിൽ അതിനുള്ള ഏക മാർഗം ഇതാണ്: മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിനുള്ള ഗുണം എന്താണ്? ഇന്ന് നാം 3 കാര്യങ്ങളാണ് ആ ബന്ധത്തിൽ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഗൗരവവും മനസ്സിലാകും. എന്താണ് ദൈവേഷ്ടം അറിഞ്ഞാൽ ദൈവേഷ്ടപ്രകാരം നടക്കും. ദൈവേഷ്ടപ്രകാരം നടന്നാൽ എന്ത് ഗുണമുണ്ടാകും? ഒന്നാമത്, ജീവിതത്തിന് വിജയം കുടികൊള്ളുന്നത് ദൈവേഷ്ടപ്രകാരം നടക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ദൈവേഷ്ടമറിഞ്ഞ് അതിൽ ജീവിക്കുന്നതാണ്
ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് നിദാനം. 17-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, എൻ്റെ നടപ്പ് നിന്റെ ചൂടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാലടി വഴുതിയതുമില്ല. നിന്റെ ചൂടുകളിൽ തന്നെ. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ലോകത്തിൽ വലിയ ജീവിത വിജയം നേടിയ, എല്ലാവരും മഹാനെന്ന് കരുതുന്ന പലരുണ്ട്, ലോകം അംഗീകരിക്കുന്ന പലരുണ്ട്. വിജയിച്ചോ, പുള്ളി ജീവിതം വിജയിച്ചു എന്ന്, ജീവിതം സഫലമായി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അവർ ദൈവഹിതം അറിഞ്ഞില്ല എങ്കിൽ എവിടെ നിൽക്കുന്നറിയാവോ? അത് ആസാഫ് വ്യക്തമായത് പറയുന്നു. 73-ാം സങ്കീർത്തനത്തിൽ എൻ്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പലരെ നേട്ടവും നേടിയവരുടെ സ്ഥിതി ഒക്കെ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് അവൻ്റെ ജീവിതത്തിൽ അവരോട് അസൂയ പോലും തോന്നി. ദൈവത്തെ ത്യജിക്കുന്ന ഘട്ടം വരെ അവൻ എത്തിച്ചേർന്നു. ത്യജിച്ചില്ല, ഘട്ടം വരെ. പക്ഷേ അവൻ ദൈവസേനയിൽ ചെന്നപ്പോൾ, ദൈവസേനയുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാവോ? അവർ നിൽക്കുന്നതെല്ലാം വഴുവഴുപ്പിലാണ്. ഇൻ സ്ലിപ്പറി പ്ലേസസ്. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. അപ്പോ ലോകപ്രകാരം ജീവിത വിജയം നേടിയ ആളുകളെല്ലാം ദൈവഹിതത്തെ അറിഞ്ഞ് ലോകത്തിൽ അതിലല്ലെങ്കിൽ, ലോകത്തിൽ ഒരുപക്ഷെ മഹാനായിരിക്കാം, ഒരുപക്ഷെ നേട്ടമുണ്ടാക്കിയ വ്യക്തിയായിരിക്കാം, സഫലമേ ജീവിതമെന്ന് പറയത്തക്ക രീതിയിൽ പലതും കാണാം. പക്ഷേ ആ വ്യക്തി ദൈവ ഇഷ്ടത്തിലല്ലെങ്കിൽ, നാം ചിന്തിച്ചു വന്ന പോലെ ദൈവ ഇഷ്ടത്തിലല്ലെങ്കിൽ വഴുവഴുപ്പിലാണ്, ശൂന്യതയിലേക്ക് പോവുക, ഒന്നുമില്ല അവരുടെ നേട്ടം. എന്നാൽ ദൈവ ഇഷ്ടപ്രകാരം നടക്കുന്ന വ്യക്തിക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്. ദൈവ ഇഷ്ടം പറഞ്ഞതിൽ നടക്കുന്നതാണ്. അതും ആസാഫ് തന്നെ പറയും, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഞാൻ ചെന്ന് നിൽക്കുന്നത് ദൈവം മാത്രമല്ല. അവിടെ അവൻ പറയുന്നു 73-ാം സങ്കീർത്തനത്തിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. അപ്പോൾ വലങ്കൈക്ക് ദൈവം പിടിക്കണമെങ്കിൽ ദൈവേഷ്ടം അറിഞ്ഞവനെ അങ്ങനെ സാധിക്കത്തുള്ളൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, അവൻ്റെ മനസ്സ് കർത്താവിൽ ഏകാഗ്രമാകണം. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി, കർത്താവാണ് അവൻ ഏറ്റവും വലുത്. ലോകത്തിൻ്റെ എല്ലാ നേട്ടത്തെക്കാളും കർത്താവാണ് അവന് വലുത് എന്ന് കരുതി അങ്ങനെ ആ നിലയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തി എത്തുന്നത് എവിടാണെന്നറിയോ? പിന്നത്തേതിൽ മഹത്വത്തിൽ എത്തും വരെ അവൻ്റെ പിടിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സഫലമേ ജീവിതം. കൊട്ടും കുരവുമായി ആരംഭിച്ച ആത്മീയ ജീവിതം പോലും ആരംഭിച്ച് വഴിക്ക് തകർന്നു കിടക്കുന്ന അനേകർ ഈ ക്രിസ്ത്യൻ മണ്ഡലത്തിലുണ്ട്. അനേകർ ദുഃഖകരമായ പതനം നേരിടുന്ന അനേകർ. എന്താ കാരണം? ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിച്ചു. ദൈവ ഇഷ്ടത്തിൽ മാത്രം നിലകൊണ്ടാൽ ജീവിതം വിജയം. ജോസഫിനെ നോക്കുക, ദാവീദിനെ നോക്കുക, മോശയെ നോക്കുക, ദാനിയേലിനെ നോക്കുക, പൗലോസിനെ നോക്കുക. ഇവരെല്ലാം ജീവിതം വിജയകരമാകാൻ കാരണം, ഭാഗ്യകരമായി അവസാനിക്കാൻ കാരണം അവർ ദൈവ ഇഷ്ടത്തിൽ നിലകൊണ്ടു. മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നല്ലോ, അവൻ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അപ്പോൾ ദൈവൈഷ്യത്തിൽ വരുമ്പോൾ വേറൊരു കാര്യം, എബ്രാഹിം 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറയുന്നുണ്ട്, മിസ്രയീമിൻ്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. മിസ്രയീമിൻ്റെ സകല ജ്ഞാനം അഭ്യസിച്ച മോശ അതിന് തികച്ചും ഘടകവിരുദ്ധമായ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ വെറും അവനെ മുല കുടിക്കുന്ന സമയം മാത്രം
അവൻ്റെ ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് അവൻ അറിവ് കിട്ടി. ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നായിരിക്കാം. പിന്നീട് വളർന്ന് മിസ്രയീം വരെ സകല ജ്ഞാനം അഭ്യസിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ അത് പറയുന്നുണ്ടല്ലോ. അവരുടെ ജ്ഞാനം ഒന്നും ഏകദൈവ വിശ്വാസമല്ല, സത്യദൈവത്തെക്കുറിച്ചല്ല, ഉള്ള ബിംബങ്ങളെക്കുറിച്ചും ദേവന്മാരെക്കുറിച്ചും മിസ്രയീം ആചാരങ്ങളെക്കുറിച്ചുമല്ല. അവിടെ സത്യദൈവത്തിന് സ്ഥാനമില്ല. പക്ഷേ ദൈവിക സന്ദർശനം പ്രാപിച്ച് അവൻ്റെ യാത്ര തുറന്നു കഴിഞ്ഞപ്പോൾ ശേഷം ചരിത്രം ദാനിയേൽ നോക്കുക. ദാനിയേൽ ശോഭപ്പെട്ടിരുന്നു, രാജാക്കന്മാർ മാറി, എന്നാൽ ദാനിയേലോ ശോഭപ്പെട്ടിരുന്നു. എത്ര വിശുദ്ധന്മാർ, നമുക്ക് മുൻപ് ജീവിച്ച എത്ര വിശുദ്ധന്മാർ കർത്താവിനോട് പറ്റിയിരുന്നു. അവർക്ക് വലുത്. ഒരിക്കൽ കൊച്ചുവെന്ന് വെച്ചൊരു പാട്ട് ഇങ്ങനെ പാടിയിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത്. കോടി ഡോളർ ചെക്കായി കെട്ടി അടുക്കടുക്കായി എൻ്റെ മുൻപിൽ വെച്ചിടിലും അരിമയുള്ള യേശുവിൻ കരുണയുള്ള സ്വരം വാ എന്നുരയ്ക്കുമ്പോൾ അവനെ ഞാൻ പിൻചെല്ലും. വാസ്തവം പറഞ്ഞ എന്ത് വലിയ സമർപ്പണമാണ്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങാൻ, അത് വിടുന്നതാണ് ദൈവേഷ്ടമെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ വിടാൻ വൈമനസ്യം കാണിക്കുന്ന എത്രയോ പേരുണ്ട്. ദൈവേഷ്ടത്തിൽ ജീവിക്കുന്നതാണ് ലോകപ്രകാരം ഒന്നുമായില്ലെങ്കിലും നമ്മുടെ ജീവിത വിജയത്തിന് ആധാരം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. അവൻ ദൈവസന്നിധിയിൽ ചെന്നെത്തും. മഹത്വത്തിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും. ലോകം ഒരുപക്ഷെ അവനെ ഒരു പരാജയമായി മുദ്രകുത്താം. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിനൊത്തോളം ചൂടുകൾ നീക്കി മുന്നോട്ട് പോയാൽ ജീവിതം ധന്യം. ജീവിത വിജയത്തിന് ആധാരം ദൈവ ഇഷ്ടത്തിൽ നിലകൊള്ളുന്നതാണ്. 1. 2, നമ്മുടെ ജീവിതത്തിൻ്റെ ഭദ്രത, സെക്യൂരിറ്റി, സുരക്ഷിതത്വം ദൈവേഷ്ടത്തിൽ മാത്രമേ ഉള്ളൂ. ദൈവേഷ്ടത്തിന് പുറത്ത് ഒന്നും സെക്യൂരിറ്റി അല്ല, ഒന്നും സേഫ് അല്ല, ഒന്നും സുരക്ഷിതമല്ല. ദൈവ ഇഷ്ടത്തിൽ ജീവിച്ചാൽ, കർത്താവാണ് പറഞ്ഞതെങ്കിൽ, കർത്താവാണ് നടത്തുന്നതെങ്കിൽ, അത് മാസാവ് പറഞ്ഞ പോലെ നിന്റെ ആലോചനയാൽ നടത്തപ്പെടുന്നെങ്കിൽ, നാം ദൈവശബ്ദം കേട്ട് വ്യക്തമായ ദൈവാലോചന പ്രകാരം നമ്മുടെ ചുവടുകളെ മുന്നോട്ട് വയ്ക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ലോകത്തിലേക്കും ഭദ്രമാണ്. ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ സാധ്യമല്ല. ഇന്ന് പലർക്കും അരക്ഷിതത്വ ബോധമാണ്. എന്തോ ചെയ്യും, ഭയം, ചഞ്ചലം, ആകുലം, നെടുവീർപ്പ്. വിശ്വാസി എന്നൊക്കെ പറയും, പക്ഷേ ചഞ്ചലചിത്തരായി, ഭയത്തിന് അടിമയായി എന്ത് സംഭവിക്കുമെന്ന് ഭാരപ്പെടുന്ന പലരെയും സമൂഹത്തിൽ കാണാം. എന്നാൽ ഞാൻ ഉറപ്പ് പറയുന്നു, ദൈവേഷ്ടം അറിഞ്ഞ് അതിന് പ്രകാരം ജീവിച്ചാൽ, അത് ആവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞ പോലെ പുരാതനനായ എറ്റേണൽ ഗാഡ്, പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ഒരു ശക്തിക്കും തകർക്കാൻ സാധ്യമല്ല. കർത്താവ് അനുവദിച്ചിരിക്കുന്ന കാലത്തോളം ഏത് കഷ്ടം വന്നാലും, എന്ത് രോഗം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, എന്ത് കൊടുങ്കാറ്റ് വന്നാലും, എന്ത് പ്രശ്നം നേരെ വന്നാലും, ഒറ്റപ്പെടുത്തപ്പെട്ട സാഹചര്യം ഉണ്ടായാലും, എല്ലാ മനുഷ്യരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി എതിർത്താലും ആ വ്യക്തി സുരക്ഷിതനായിരിക്കും. കാരണം അവൻ്റെ ജീവിതം, ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്നവൻ്റെ ജീവിതം അത്യുന്നത മറവിലും സർവശക്തന്റെ നിഴലിലുമാണ്. മാത്രമല്ല, അവിടെയും ദാവീദിനെ കുറിച്ച്
1 ദിനവൃത്താന്തം അവസാന അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തൊരു വാക്യമുണ്ട്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവൻ നന്നാ വയസ്സ് എന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. പക്ഷേ അത് ഇക്കാലത്ത് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസമുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ധനമൊന്നും കിട്ടിയില്ലെന്നിരിക്കും. ലോകത്തിന് ധനം വേണ്ടാലോ. സ്വർഗീയ ധനത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുള്ളവൻ ഈ ലോകത്തിന് ധനത്തിൻ്റെ പുറകെ പോകത്തില്ല. അതിനെ ചവറന്നേ എണ്ണത്തുള്ളൂ. പൗലോസ് ജീവിതാനുഭവം എന്ന് പറയുന്നല്ലോ. തീമോഥെയോസിന് 2ാമത് ലേഖനം എഴുതിയപ്പോൾ അതിൽ പറഞ്ഞാൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. എന്ത് കോൺഫിഡൻസ് അവന്! അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു വരിക്കുന്നു. ഞാൻ അവൻ്റെ കയ്യിൽ എന്തേൽപ്പിച്ചോ അത് അന്നേ ദിവസം വരെ, ഞാൻ അവൻ്റെ മുൻപിൽ ചെല്ലുന്ന ദിവസം വരെ സൂക്ഷിക്കാൻ അവൻ ശക്തനെന്ന് തോന്നുന്നു എന്നല്ല, ഉറച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് വലിയ വായിൽ പറയും വലിയ കാര്യങ്ങളൊക്കെ, പെരുമ്പറയടിച്ച് വരും പറയും. എന്നാൽ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ നാം ഭയപ്പെടുകയും ചെയ്യും. നമ്മൾ ഇതാ കാണുന്നേ, കർത്താവ് എല്ലാത്തിനും മതിയായവൻ, സർവശക്തൻ. പറയുന്ന കേട്ടാൽ വലിയ കാര്യങ്ങളാണ്. സ്വന്തം ജീവിതത്തിൽ ചെറിയ കാര്യം വരുമ്പോൾ ഓടുന്ന കാണാം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ദൈവ ഇഷ്ടമറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണതയുള്ള നന്മയ്ക്കായി ദൈവ ഇഷ്ടമറിഞ്ഞ് അവൻ്റെ പ്രസാദത്തിൻ്റെ ഇഷ്ടമറിയുമ്പോൾ അതറിഞ്ഞ് അതിനനുസരിച്ച് ചുവട് വെച്ചാൽ ഒരിക്കൽ നാം നിരാശപ്പെടുത്തില്ല. ഒരു ശക്തിക്കും നമ്മെ താഴ്ത്തുവാൻ സാധ്യമല്ല. നാം അവനിൽ സുരക്ഷിതരാണ്. സിംഹത്തിന് ഗുഹയാണെങ്കിലും തീച്ചുകൂളയാണെങ്കിലും കവിഞ്ഞൊഴുകുന്ന വെള്ളമാണെങ്കിലും അവന് പേടിയില്ല. ലോകം മുഴുവൻ അവനെതിരെ തിരിഞ്ഞാലും അവന് പേടിയില്ല. കാരണം അവനറിയാം അവൻ്റെ കൈക്ക് പിടിച്ചവൻ ആരാണെന്ന്. അവൻ മാറാത്തവനാണ്, അവൻ ഉപേക്ഷിക്കാത്തവനാണ്, അവൻ വിശ്വസ്തനാണ്. അതവനറിയാം. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞവനല്ലേ. ഒരിക്കലായിട്ട് അറിഞ്ഞു മാത്രമല്ല, എപ്പോഴും നിരന്തരം ദൈവേഷ്ടം അറിയത്തക്ക രീതിയിൽ അവൻ്റെ മനസ്സ് കർത്താവിലല്ലേ. അവൻ്റെ മനസ്സ് ഏകാഗ്രമല്ലേ, ക്രിസ്തുവിനെ വിട്ട് അകലുന്നില്ലല്ലോ. അപ്പോൾ ദൈവേഷ്ടത്തിൽ ജീവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് നിദാനം. ജീവിത വിജയം മാത്രമല്ല, ഭദ്രതാബോധം, സുരക്ഷിതത്വം. ദൈവവചനം പിന്നെയും പറഞ്ഞു. ഒരിക്കൽ യോശുവയുടെ കർത്താവ് പറഞ്ഞതാണ്, എബ്രാഹിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇന്ന് അത് പറയുമ്പോൾ ഇന്ന് എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാരുടെ കൂട്ടാണ് പലരും. നമ്മളെയൊക്കെ കൂട്ടത്തിൽ കാണാം. എന്താണെന്നറിയാമോ? എലിയാവിനെ ദൈവം എടുത്തു. അഗ്നിരഥങ്ങളും അഗ്നിമയമായ അശ്വങ്ങളും വന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിലേക്ക് എലിയാവ് ജീവനോടെ കരയേറിപ്പോയി. അത് കണ്ടു നിന്ന എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എരിഹോവിനെ ഉണ്ടാക്കി മറികട കടന്നു വന്ന എലീശയെ വന്ന് വണങ്ങിയിട്ട് അവനോട് പറഞ്ഞു, യഹോവയുടെ ആത്മാവ് ഞങ്ങളുടെ കൂടെ 50 തടിമാടന്മാരുണ്ട്. ബലശാലികൾ എന്ന ബൈബിൾ, എൻ്റെ ഭാഷയാ തടിമാടന്മാർ. ഒരുപക്ഷെ ദൈവം നിൻ്റെ യജമാനെ എടുത്ത് വല്ല മലയിലോ വല്ല കുഴിയിലോ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ അതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ തടിമാടന്മാർ സെർച്ച് ടീം വളരെ സമർത്ഥന്മാരാ, മിടുക്കന്മാരാ, സെർച്ച് ടീമാ, ചില്ലറക്കാരൊന്നുമല്ല. അവരേത് സാഹചര്യത്തിലും
അന്വേഷിക്കാൻ കഴിവുള്ളവരാ. ഞാനൊന്ന് വിശദീകരിച്ചതാണ്. അവര് നിന്റെ യജമാനെ പോയി കണ്ടുപിടിക്കും. പോരുത് പോരുത് പോരുന്ന എലീശ പല പ്രാവശ്യം പറഞ്ഞു. സമ്മതിക്കുമോ? അവർ നിർബന്ധിച്ച് അങ്ങോട്ട് പോയി. എന്നാ പോയിച്ചു വാ എന്ന് എലീശായി പറഞ്ഞു. 3 ദിവസം നടന്ന് സെർച്ച് നടത്തി. ഒടുവിലോ തിരിച്ചിങ്ങ് വന്നു. ഇതുപോലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരുത്തിനെ എടുത്താൽ ദൈവപ്രകാരം നടക്കുന്നവനെ കുഴിയിലിടും എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ തള്ളിക്കളയും, അല്ലെങ്കിൽ കർത്താവിന് പരുന്തിൻ്റെ കൂട്ട് കൊത്തിക്കൊണ്ട് കൊത്തിപ്പോകാൻ കഴിയാതെ കൊണ്ടിട്ടുകളയും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ നല്ലൊരു ശതമാനം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ദൈവ ഇഷ്ടമറിഞ്ഞ് വെറുതെ അല്ല അത് പറഞ്ഞത്, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ, അപ്പോൾ നിങ്ങൾ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയും. ദൈവഹിതം ഇന്ന് തിരിച്ചറിഞ്ഞാൽ ഉറപ്പുണ്ട ദൈവഹിത പ്രകാരം ജീവിക്കുന്നവന്, ദൈവ ഇഷ്ടത്തിൽ ജീവിക്കുന്നവന് ലോകം മുഴുവൻ അപകടാവസ്ഥയിൽ എന്ന് പറഞ്ഞാലും അവൻ ഭദ്രതയുള്ളവനാണ്, സുരക്ഷിതനാണ്. ഒരു ശക്തിക്കും അവനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. മാത്രമല്ല, മൂന്നാമത്, ദൈവ ഇഷ്ടമറിഞ്ഞ് അതിൽ ജീവിക്കുന്നതാണ് നമ്മുടെ സന്തോഷത്തിന് നിദാനം. ദാവീദ് തന്നെ പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ആരും കരയാറില്ലല്ലോ. എന്നാൽ അവൻ പറയുന്നു, അവർക്കുണ്ടായിരുന്നു സന്തോഷത്തിലും അധികം സന്തോഷം നിന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ സന്തോഷം സ്ഥിതി ചെയ്യുന്നത് നാം കർത്താവിൽ അവൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുമ്പോഴാണ്. നെഹെമ്യാ പ്രവചനം 8-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. യഹോവയെങ്കിലെ സന്തോഷം, കർത്താവിലെ സന്തോഷം, അത് ഈ കർത്താവിലുള്ള സന്തോഷം എത്രമാത്രമാണെന്ന് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ പറഞ്ഞു. അതെങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ വിശ്വാസം 7-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറരുത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പൂഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. തീ പോലെ, തീക്കകത്ത് പൊന്ന് ശോധന ചെയ്യുന്ന പോലെ ശോധന വരുമ്പോഴും മഹിമയുള്ളതും പറഞ്ഞു തീരാത്ത അവാച്യമായ വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. നമ്മൾ പാടും, കർത്താവിൽ സന്തോഷം അവനൻ ബലം. പാട്ടൊക്കെ നല്ല, പക്ഷേ സാഹചര്യങ്ങളുടെ മൊത്ത ആ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ, വേറൊരു ഭക്തൻ പറയുന്ന ഒരു അനുഭവമുണ്ട്. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ ഹബക്കൂക്ക് സാക്ഷ്യം പറഞ്ഞു. 3-ാം അധ്യായം 17, 18, 19. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരി വലിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒരു മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇത് മനുഷ്യനാ പറയുന്നത്, ദൈവദൂതനല്ല. എങ്കിലും അല്ലെങ്കിൽ എനിക്ക് വൃക്ഷമെല്ലാം നഷ്ടപ്പെട്ടു, കന്നുകാലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തോട്ടവിളയെല്ലാം നഷ്ടപ്പെട്ടു, കന്നുകാലികൾ നഷ്ടപ്പെട്ടു, നിലത്തിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, എല്ലാ വരുമാന മാർഗവും അടഞ്ഞു, എല്ലാം. പക്ഷേ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും.
മാത്രമല്ല എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അത് കഴിഞ്ഞ് പറഞ്ഞു, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അവൻ എന്നെ കുഴിയിലിട്ടെന്നല്ല, കർത്താവിനെ സേവിക്കുന്നതുകൊണ്ട്, ഞാൻ ദൈവത്തെ സേവിച്ചുകൊണ്ട് ദൈവം എന്നെ കുഴിയിലിട്ടെന്നല്ല, ഉന്നതികളിന്മേൽ ഗിരികളിന്മേൽ. ദാവീദും പറഞ്ഞു 12-ാം സങ്കീർത്തനത്തിലുണ്ട്, നീ എൻ്റെ കാലുകളെ പേടമാൻകാല് പോലെ ആക്കുന്നു, ഗിരികളിന്മേൽ. സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുക മാത്രമല്ല, അപ്പോഴാണ് ശരിയായ സന്തോഷം, ഭൗതിക സമ്പത്തും എല്ലാ സുഖസൗകര്യങ്ങളും ആരോഗ്യവും ബലവും എല്ലാ അഞ്ചരവൊന്നും കൂടെ ഉള്ളപ്പോഴുള്ള അവരിലൊക്കെ സന്തോഷിക്കുന്ന സന്തോഷമല്ല യഥാർത്ഥ സന്തോഷം. പിന്നെയോ ജീവിതത്തിന് സന്തോഷം കൊടികൊള്ളുന്നത് നാം കർത്താവിൽ ജീവിക്കുമ്പോഴാണ്. ഒരു കുഞ്ഞിനെ കാണാൻ ദൂരദേശത്ത് കിഴക്ക് നിന്ന് വിദ്വാൻമാർ പുറപ്പെട്ടു. തീർച്ചയായിട്ടും മാസങ്ങൾ നീണ്ട യാത്രയായിരിക്കാം. എത്ര മാസം അവർ യാത്ര ചെയ്യുന്ന കൃത്യമായി പറയാൻ എനിക്ക് പറ്റുകയില്ല. അവരുടെ യാത്രയിൽ അവർക്ക് ഒരു നക്ഷത്രം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് നോക്കി അവർ കൃത്യം മുന്നോട്ട് പോകും. അപ്പം ഒരു പട്ടണത്തിൽ വന്നപ്പോൾ അവർക്ക് തോന്നി, രാജാവ് ഇവിടെ ആയിരിക്കും ജനിക്കുക. അങ്ങോട്ട് കയറി. അവിടെ ആകെ പരിഭ്രമവും ബഹളവും കലഹവുമായി. എല്ലാവരും പരിഭ്രമിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട് ആ സംഭവം. ഞങ്ങൾക്കറിയത്തില്ല. അവസാനം പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടി അവരോട് ചോദിച്ചു, യഹൂദന്മാർ രാജാവ് എവിടെ ജനിക്കുന്നത്? അവർ പെട്ടെന്ന്, ശാസ്ത്രന്മാർ പെട്ടെന്ന് പറഞ്ഞു, ബത്ലഹേമിൽ. മീഖായിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, യഹൂദദേശത്തിലെ ബത്ലഹേമേ, യഹൂദാസങ്ങൾ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനത്തിന് ആയിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് വരും. വാക്യം അവർ ഓർപ്പിച്ചു. ഇത് മറ്റവരെ തിരിച്ചു. അടുത്ത വേറെ അവിടെ എഴുതിയിരിക്കുന്നത്, അവർ കിഴക്ക് കണ്ട നക്ഷത്രം അവിടെ ഉണ്ടായിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ ഏറ്റവും സന്തോഷിച്ചു. നക്ഷത്രത്തെ വിട്ടുപോയപ്പം സന്തോഷം പോയി. അവർ ചെന്നിടത്തൊക്കെ പരിഭ്രമമാണ്. പക്ഷേ നക്ഷത്രം കണ്ടു കഴിഞ്ഞപ്പം അത് പിന്നെ അവർക്ക് മുൻപേ പോയി. ആ വീട്ടിൽ ചെന്ന് വീടിൻ്റെ മുകളിലെത്തുന്നവരെ കൃത്യം നോക്കണം. പ്രിയമുള്ളവരെ, യഥാർത്ഥ സന്തോഷം ദൈവഇഷ്ടത്തിൽ ജീവിക്കുമ്പോഴാണ്. ദൈവഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിൽ നടന്ന് ദൈവേഷം ചെയ്ത് ദൈവിക വാഗ്ദത്തം പ്രാപിക്കുന്നവനാണ് യഥാർത്ഥയായിരുന്നു. അതുകൊണ്ടല്ലേ പൗലോസ് റോമിലെ ജയിലിൽ കിടന്നപ്പോഴും ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതി, പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. അതേ കാര്യം പിന്നെയും നിങ്ങൾക്ക് എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല എന്ന് പൗലോസ് പറഞ്ഞു. നമുക്ക് യഥാർത്ഥ സന്തോഷം നമ്മൾ സന്തോഷിക്കുന്നതായിരിക്കും. മക്കൾക്ക് ജോലി കിട്ടുമ്പോൾ, മക്കൾ നല്ല നിലയിൽ പാസ്സാകുമ്പോൾ, നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതായിരിക്കും. അതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ യഥാർത്ഥ സന്തോഷം, ആത്മാവിലെ ആനന്ദം, എല്ലാം പ്രതികൂലമാകുമ്പോഴും എൻ്റെ കർത്താവ് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അവനിൽ ആനന്ദിക്കുന്ന, അവനോട് പറ്റി നിൽക്കുന്ന യഥാർത്ഥ സന്തോഷം, അത് ദൈവേഷ്ടമറിഞ്ഞ് അതിന് പ്രകാരം ജീവിക്കുന്നതിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം വിജയകരമാകണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിതം ധന്യമായി വിജയകരമായി തീരണമെങ്കിൽ, ജീവിത യാത്രയിൽ നാം ഭദ്രത അനുഭവിക്കണമെങ്കിൽ, ജീവിതത്തിൽ യഥാർത്ഥമായി സന്തോഷിക്കണമെങ്കിൽ ദൈവഗീതം അറിഞ്ഞവന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അല്ലാതെ ദൈവഗീതം അറിയാൻ സാധ്യമല്ല. അങ്ങനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെങ്കിൽ നാം ലോകത്തോട് അനുരൂപർ ആകരുത്. ദൈവേഷ്ടത്തിന് സമർപ്പിച്ച് ദൈവമക്കളായി ജീവിക്കണം. ധന്യമീ ജീവിതം, ശ്രേഷ്ഠമീ ജീവിതം എന്ന് തീർച്ചയായിട്ടും പറയുവാൻ, അനുഭവത്തിൽ പറയുവാൻ
നമുക്ക് സാധിക്കും. അല്ലാതുള്ള ഒരു നേട്ടമല്ല, അല്ലാതുള്ള ഒരു വിജയമല്ല. അതൊക്കെ മണ്ണിൽ എഴുതി വെക്കുന്നതാണ്. എന്നാൽ അവനെ അറിഞ്ഞ് അവനോട് കൂടെ ജീവിച്ച് അവനിൽ ആരംഭിച്ച് അവനിൽ അവസാനിക്കുന്ന ഭാഗ്യകരമായ ജീവിതം, ജയകരമായ ജീവിതം, ഭദ്രമായ ജീവിതം. എമിച്ചരച്ചൻ പാടിയല്ലോ ഒരിക്കൽ, ഭക്തൻ വിശ്വാസ ജീവിതം പോലെ ഇത്ര ഭദ്രമായ ജീവിതം വേറെയുണ്ടോ? എന്നെ ഏറ്റവും സ്വാധീനിച്ച ആത്മീയ ഗാനങ്ങൾ ഒന്നാണത്. ഞാൻ ഇപ്പോഴും അത് പാടി ആനന്ദിക്കാറുണ്ട്. അതുപോലെ ഭദ്രത, ജീവിതത്തിൻ്റെ വിജയം, ജീവിതത്തിൻ്റെ ഭദ്രത, ജീവിതത്തിൻ്റെ സന്തോഷം, അവാച്യമായ വാക്കുകൾ മണ്ണിക്കാൻ കഴിയാത്ത സന്തോഷം, നിലനിൽക്കുന്ന സന്തോഷം. ഇത് മൂന്നും ദൈവ ഇഷ്ടത്തിൽ ജീവിക്കുന്നതിന്, അല്ലെങ്കിൽ ദൈവം തിരിച്ചറിഞ്ഞ് ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവൻ്റെ ആ പുതുക്കത്തിൽ ആ രൂപാന്തരത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നവരുടെ അവകാശമാണ്, അവരുടെ അനുഭവമാണ്. ആ ഭാഗ്യകരമായ അവസ്ഥയിൽ കർത്താവ് നമ്മെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. നാഥ, ദൈവഹിതം തിരിച്ചറിയുവാൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. അവിടുത്തെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവൻ്റെ ജീവിതം വിജയകരമാകുമല്ലോ. അവിടുത്തെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവൻ്റെ ജീവിതം ഭദ്രമാണല്ലോ. അവിടുത്തെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവന് യഥാർത്ഥ സന്തോഷമുണ്ടല്ലോ. നാഥ, ഈ നാളുകൾ ആ സന്തോഷം അനുഭവിച്ച് ആ വിധത്തിൽ ധന്യമായി എങ്ങനെ ജീവിച്ച് അങ്ങയുടെ സന്നിധിയിലെത്തുവാൻ തിരുഹിതത്തിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ അതിൻ്റെ നിർണയത്തിൽ ജീവിപ്പാൻ ഇളയവരെ സഹായിക്കണമേ. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.